ഇന്ന് ക്ലിഫ് ഹൗസിന് മുന്നിൽ അയ്യപ്പ ജ്യോതി തെളിയിക്കാൻ വേണ്ടി ഒരുമിച്ച് കൂടിയിട്ടുള്ള കേരളത്തിലെ ഭക്തജന സമൂഹത്തെ പ്രതിനിധീകരിക്കുന്ന തിരുവനന്തപുരത്തെ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകരുടെ ഈ സംഗമത്തിൽ അധ്യക്ഷത വഹിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന ഉപാധ്യക്ഷൻ ശ്രീ കെ സോമൻ, ഈ അയ്യപ്പ ജ്യോതിയുടെ ഈ സംഗമത്തിൽ ഈ പരിപാടിയുടെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം നിർവഹിക്കുന്ന ബഹുമാന്യനായിട്ടുള്ള പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർജി, പാർട്ടിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ പി കെ കൃഷ്ണദാസ് ജി, പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായിട്ടുള്ള ശ്രീമതി ശോഭാ സുരേന്ദ്രൻ, ശ്രീ എസ് സുരേഷ്, പാർട്ടിയുടെ സിറ്റി ജില്ലാ അധ്യക്ഷൻ ശ്രീ കരമന ജയൻ, സൗത്ത് ജില്ലയുടെ അധ്യക്ഷൻ ശ്രീ മുക്കമ്പാലമൂട് ബിജു, നോർത്ത് ജില്ലയുടെ അധ്യക്ഷൻ ശ്രീ റജികുമാർ, പാർട്ടിയുടെ സംസ്ഥാന ഉപാധ്യക്ഷൻ ശ്രീ പി സുധീർ, സംസ്ഥാന സെക്രട്ടറി ശ്രീ എൻ ഹരി, മറ്റ് നേതാക്കളെ, നമ്മുടെ ഡെപ്യൂട്ടി മേയർ ശ്രീമതി ആശാനാഥ്, മറ്റ് നേതാക്കളെ, സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, അയ്യപ്പ ഭക്തരെ, മാധ്യമപ്രവർത്തകരെ, എല്ലാവർക്കും നമസ്കാരം. ദീർഘമായിട്ടുള്ള ഒരു പ്രസംഗത്തിന്റെ ആവശ്യമില്ല എന്ന് എനിക്കറിയാം. ഈ പരിപാടിയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളെക്കുറിച്ച്, ഇന്നത്തെ കാലികമായിട്ടുള്ള വിഷയങ്ങളെ സംബന്ധിച്ച് എനിക്ക് മുൻപ് സംസാരിച്ച പാർട്ടിയുടെ നേതാക്കന്മാർ വളരെ വിശദമായിട്ട് സൂചിപ്പിച്ചു. കേരളത്തിലെ മാത്രമല്ല, ഈ രാജ്യത്തെ മാത്രമല്ല, ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് അയ്യപ്പ ഭക്തർ ഏറ്റവും പവിത്രമായി കരുതുന്ന ശബരിമല ശ്രീധർമ്മ ശാസ്താവിന്റെ ശബരിമലയിലെ ക്ഷേത്രത്തിലെ ശ്രീകോവിലിന്റെ ഭാഗങ്ങൾ, ആ ഭാഗങ്ങൾ മോഷ്ടിക്കപ്പെട്ടിട്ട് മാസങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ്. ശ്രീകോവിലിന്റെ കട്ടിളപ്പടി, ശ്രീകോവിലിന്റെ വാതിലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഭാഗങ്ങൾ, ഇവയെല്ലാം തന്നെ സ്വർണം പൂശിയ ഒരു സാഹചര്യം. ആ സാഹചര്യത്തിൽ നിന്ന് ആ സ്വർണപ്പാളികൾ ആരും അറിയാതെ അത് അവിടെ നിന്ന് നീക്കം ചെയ്യപ്പെട്ടു എന്നുള്ള വാർത്ത ലോകമെമ്പാടുമുള്ള അയ്യപ്പ ഭക്തർ ഏറ്റവും ഞെട്ടലോടുകൂടി, വേദനയോടുകൂടിയിട്ടാണ് ശ്രവിച്ചത്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോൾ ഇതിന് ഉത്തരവാദികളായിട്ടുള്ള ആളുകളെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം എന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെട്ടിരുന്നു. അന്ന് സർക്കാർ പറഞ്ഞു, ഞങ്ങൾ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ആളുകളെ മുഴുവൻ തന്നെ, അവരെ മുഴുവൻ തന്നെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് അവർക്ക് അർഹമായിട്ടുള്ള ശിക്ഷ, ആ ശിക്ഷ ഉറപ്പാക്കും. അതിന്റെ തുടർന്ന് നമ്മൾ കണ്ടത് ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നതാണ്. ദേവസ്വം ബോർഡിലെ ചില ഉദ്യോഗസ്ഥന്മാരെ അറസ്റ്റ് ചെയ്യുന്നതാണ്. ആ ഘട്ടത്തിൽ തന്നെ ഭാരതീയ ജനതാ പാർട്ടി ഈ രാജ്യത്തെ, ഈ ലോകത്തെ അയ്യപ്പ ഭക്തരോട് പറഞ്ഞു, നിങ്ങളുടെ സംശയങ്ങൾ ഉയർത്തിക്കൊണ്ട് ഈ പ്രശ്നത്തിന് ശാശ്വതമായിട്ടുള്ള പരിഹാരം, ഇതിൽ ഉത്തരവാദികളായിട്ടുള്ള ആളുകളെ മുഴുവൻ തന്നെ നിയമത്തിൽ കൊണ്ടുവരണമെങ്കിൽ ഈ അന്വേഷണം കേരളത്തിലെ സർക്കാരിന്റെ നേതൃത്വത്തിൽ നടത്തിയാൽ അത് സാധ്യമാകില്ല. അതുകൊണ്ട് ഈ അന്വേഷണം ഒരു സ്വതന്ത്രമായിട്ടുള്ള, നിഷ്പക്ഷമായിട്ടുള്ള ഏജൻസിയെ ഏൽപ്പിക്കണം. കേന്ദ്ര സർക്കാരിന്റെ നേതൃത്വത്തിൽ CBIക്ക് ഈ അന്വേഷണത്തിന്റെ ചുമതല ഏൽപ്പിക്കണം. മാത്രമല്ല, ഈ മോഷണം നടന്നപ്പോ, ഈ കൊള്ള നടന്നപ്പോൾ ഒരു കൂട്ടം ഉദ്യോഗസ്ഥന്മാരെ മാത്രം അതിന് ഉത്തരവാദികളാക്കിയിട്ട്
ഇതിന് നേതൃത്വം നൽകിയ, ഇതിന്റെ സുരക്ഷിതത്വവും സംരക്ഷണവും ഉറപ്പുവരുത്താൻ ഉത്തരവാദപ്പെട്ട ആളുകൾ, ദേവസ്വം ബോർഡിന്റെ ഭാരവാഹികൾ, സർക്കാരിന്റെ ഉത്തരവാദപ്പെട്ട മന്ത്രിമാർ, ഇവരൊക്കെ ഞങ്ങൾക്കിതിലൊരു പങ്കുമില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്ന സ്ഥിതി, ആ സ്ഥിതി ഉണ്ടാകരുത്. ഇതിന് ഉത്തരവാദികളായിട്ടുള്ള മുഴുവൻ ആളുകളെയും നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം. അങ്ങനെ കൊണ്ടുവരണമെങ്കിൽ നിലവിലുള്ള മന്ത്രി ശ്രീമാൻ VN വാസവൻ രാജിവെക്കണം. മുൻ മന്ത്രിയായിട്ടുള്ള ശ്രീമാൻ കടകംപള്ളി സുരേന്ദ്രന്റെ പങ്ക്, ആ പങ്ക് വെളിച്ചത്ത് വരണം. അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ശ്രീമാൻ പ്രശാന്തിന്റെ ഉത്തരവാദിത്തം, ആ ഉത്തരവാദിത്തം എന്താണെന്ന് വ്യക്തമാക്കണം. മുൻകാലങ്ങളിലെ പ്രസിഡന്റുമാരുടെ അവർക്ക് ഇതിലുണ്ടായിരുന്ന പങ്ക് എന്താണ് എന്ന് ലോകത്തിന്റെ മുന്നിൽ അറിയണം. അത് ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ദേവസ്വം ബോർഡ് അന്ന് പിരിച്ചുവിടണം എന്ന് ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി അന്ന് ഇതേ മുഖ്യമന്ത്രിയുടെ വീട്ടുപടിക്കൽ, ഈ വീട്ടുപടിക്കൽ കേരളത്തിലെ ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ നടത്തിയ ധർണ, നടത്തിയ സമരം, ആ സമരത്തിൽ പങ്കെടുത്തവരാണ് നിങ്ങൾ എല്ലാവരും. എന്നിട്ടും പ്രശാന്തിന് അദ്ദേഹത്തിന്റെ കാലാവധി ദീർഘിപ്പിച്ച് നൽകാനുള്ള ശ്രമം നടത്തി. എന്താ കാലാവധി ദീർഘിപ്പിച്ച് നൽകാനുള്ള ശ്രമം നടത്താൻ കാരണം? കാരണം പ്രശാന്തിനെ കുറ്റവാളിയാണെന്ന് കണ്ടെത്തി എന്ന് വന്നു കഴിഞ്ഞാൽ പ്രശാന്ത് മിണ്ടാതിരിക്കില്ല. പ്രശാന്ത് വാ തുറന്നു കഴിഞ്ഞാൽ കൂടുതൽ പ്രശ്നമുണ്ടാകും. അന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രതിനിധി സംഘം ബഹുമാനനായിട്ടുള്ള സംസ്ഥാന അധ്യക്ഷന്റെ നേതൃത്വത്തിൽ ബഹുമാനനായിട്ടുള്ള ഗവർണറെ നേരിട്ട് കണ്ടു. ഗവർണറോട് ആവശ്യപ്പെട്ടു, ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ കാലാവധി നീട്ടി നൽകാനുള്ള സർക്കാരിന്റെ നീക്കത്തിന് തടയിടണം. സംസ്ഥാനം സന്ദർശിച്ച ബഹുമാന്യായിട്ടുള്ള രാഷ്ട്രപതി, ആ രാഷ്ട്രപതി ശബരിമലയിൽ പോകുന്നതിന് മുൻപ് തലേ ദിവസം രാജ്ഭവനിലെത്തിയപ്പോൾ രാജ്ഭവനിൽ ചെന്ന് കണ്ട് ഈ പ്രശ്നത്തിന്റെ ഗൗരവം അവരെ ധരിപ്പിച്ചു. കോടിക്കണക്കിന് അയ്യപ്പ ഭക്തർ ഏറ്റവും പവിത്രമായിട്ട് കരുതുന്ന ഈ ക്ഷേത്രം കൊള്ളയടിക്കുന്നതിന് നേതൃത്വം നൽകിയ ആളുകൾ, ആ ആളുകൾ ഭരണത്തിന് നേതൃത്വം നൽകുന്നവർ തന്നെയാണ്. പിന്നീടുള്ള അന്വേഷണം നമ്മൾ കണ്ടു. ഹൈക്കോടതി അന്വേഷണം ഏറ്റെടുക്കുന്നു. ഹൈക്കോടതി പറഞ്ഞു, ഞങ്ങള് അന്വേഷണത്തിന്റെ മേൽനോട്ടം വഹിക്കുകയാണ്. ഭാരതീയ ജനതാ പാർട്ടി പറഞ്ഞു, ഹൈക്കോടതി അന്വേഷണത്തിന്റെ മേൽനോട്ടം വഹിച്ചോളൂ, പക്ഷേ ഉദ്യോഗസ്ഥന്മാർക്ക് രേഖാമൂലമുള്ള നിർദ്ദേശം ഹൈക്കോടതി നൽകും. വാക്കാലുള്ള നിർദ്ദേശം നൽകുന്നത് തടയാൻ ഹൈക്കോടതിക്കാവില്ല. വാക്കാലുള്ള നിർദ്ദേശം നൽകാൻ പോകുന്നത് കേരളം ഭരിക്കുന്ന സർക്കാരാണ്. കാരണം ഇവരെല്ലാവരും ആഭ്യന്തര വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരാണ്. പക്ഷേ ജനങ്ങളെ കബളിപ്പിക്കാനായിട്ട് ചില അറസ്റ്റ് നാടകങ്ങൾ നടന്നു. പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തു, വാസുവിനെ അറസ്റ്റ് ചെയ്തു. പത്മകുമാറിനെയും വാസുവിനെയും ജയിലിലിട്ടു. 3 മാസം കഴിഞ്ഞതിന് ശേഷവും അവർക്കെതിരായിട്ട് കുറ്റപത്രം നൽകാത്തതിന്റെ കാരണത്താൽ സ്വാഭാവികമായിട്ടുള്ള നീതി എന്നുള്ള നിലയിൽ വാസു പുറത്തിറങ്ങി. പത്മകുമാറിന് പുറത്തിറങ്ങാനാവില്ല, കാരണം മറ്റൊരു കേസിൽ കൂടി പെട്ടുപോയി. പക്ഷേ ഇതിന് ഉത്തരവാദികളായിട്ടുള്ള മന്ത്രിമാർ ദേവസ്വം ആക്ട് അനുസരിച്ച് 3 മാസത്തിലൊരിക്കൽ ദേവസ്വം ബോർഡിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് മന്ത്രിക്ക് റിപ്പോർട്ട് നൽകുക എന്നുള്ളത് ദേവസ്വം ആക്ടിൽ നിഷ്കർഷിച്ചിട്ടുള്ള കാര്യമാണ്. മന്ത്രി എങ്ങനെ പറയാ, എനിക്കിതൊന്നും അറിയില്ലായിരുന്നു. അതുകൊണ്ട് മന്ത്രിക്കുള്ള ഉത്തരവാദിത്വത്തിൽ നിന്ന് അന്നത്തെ മന്ത്രിയും ഇന്നത്തെ മന്ത്രിയും ഇവർ രണ്ടുപേരുടെയും ഉത്തരവാദിത്വത്തിൽ നിന്ന് ഇവർക്ക് ഒഴിഞ്ഞു മാറാനാകില്ല. ഹൈക്കോടതി ഇപ്പോഴും പറയുന്നത് ഞങ്ങള് മേൽനോട്ടം വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഹൈക്കോടതിയുടെ മേൽനോട്ടം വഹിക്കുന്ന ഈ അന്വേഷണത്തിനിടയിൽ 3 മാസം കഴിഞ്ഞപ്പോ പ്രതികളായിട്ടുള്ള ആളുകൾ ഓരോരുത്തരായിട്ട് പുറത്തിറങ്ങി തുടങ്ങി. അതിനിടയിലാണ് നേരത്തെ ശ്രീമതി ശോഭാ സുരേന്ദ്രൻ പരാമർശിച്ചതുപോലെ കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നത്. കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നത് ആരും അറിഞ്ഞില്ല. അത് കഴിഞ്ഞ് ദിവസങ്ങൾക്ക് ശേഷമാണ്
കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തു എന്നുള്ള വസ്തുത പുറം ലോകം അറിയുന്നത്. മാധ്യമങ്ങളുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട്, മാധ്യമങ്ങളുടെ കണ്ണിൽ മുഴുവൻ കറുത്ത തുണിയിട്ടുകൊണ്ട് ആരാണ് കടകംപള്ളി സുരേന്ദ്രനെ രഹസ്യമായിട്ട് ചോദ്യം ചെയ്യണം എന്നുള്ള നിർദ്ദേശം നൽകിയത്? ആരാണ് അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യുന്ന കാര്യം പുറം ലോകം അറിയരുത് എന്നുള്ള നിർദ്ദേശം നൽകിയത്? അതിനർത്ഥം ഞങ്ങൾ ഉന്നയിച്ച സംശയം ഈ SIT രേഖാമൂലമായിട്ടുള്ള നിർദ്ദേശം അനുസരിക്കുന്നത് ഹൈക്കോടതിയുടേതാണ്. പക്ഷേ വാക്കാലുള്ള നിർദ്ദേശം അവരുടെ യജമാനന്മാരിൽ നിന്നുള്ളത് സ്വീകരിക്കുന്നു. അതുകൊണ്ടല്ലേ കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്ത കാര്യം ദിവസങ്ങൾക്ക് ശേഷം മാത്രം മാധ്യമങ്ങളടക്കം അറിഞ്ഞത്? അതിനുശേഷം ശബരിമല തന്ത്രിയെ ചില വിവരങ്ങൾ അന്വേഷിക്കാൻ എന്നുള്ള പേരിൽ വിളിച്ചു വരുത്തുന്നു. അങ്ങനെ വിളിച്ചു വരുത്തിയയാളെ അറസ്റ്റ് ചെയ്ത് 41 ദിവസം ജയിലിലിടുന്നു. 41 ദിവസം ജയിലിലിട്ട ശബരിമല തന്ത്രി അദ്ദേഹത്തെ കോടതി അദ്ദേഹത്തിനെതിരായിട്ട് ഒരു തെളിവും ഹാജരാക്കാൻ SITക്ക് സാധിച്ചില്ല. എന്താ SIT പറഞ്ഞ കാരണം? ഈ കട്ടിലപ്പടി അഴിച്ചു കൊണ്ടുപോകുന്നതിന് മുൻപ് ദേവന്റെ അനുജ്ഞ വാങ്ങിയില്ല, അതായത് അനുവാദം വാങ്ങിയില്ല. ദേവൻ നേരിട്ട് വന്ന് പറഞ്ഞു SITയോട്, എന്റെ അനുവാദം വാങ്ങാതെയാണ് ഈ കട്ടിലപ്പടി അഴിച്ചു കൊണ്ടുപോയത് എന്ന്. എങ്ങനെ SIT അറിഞ്ഞു ദേവന്റെ അനുജ്ഞ വാങ്ങിയിട്ടില്ല എന്ന്? എവിടെയും രേഖാമൂലം തന്ത്രി എഴുതി കൊടുത്ത ഒരു പരാമർശവും ഇല്ല. പക്ഷേ തന്ത്രിയെ 41 ദിവസം അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടു. അത് മാത്രമല്ല, അദ്ദേഹത്തിന് ജാമ്യം കിട്ടിയതിനു ശേഷം കേരളത്തിന്റെ ഭരണത്തിന് നേതൃത്വം നൽകുന്ന ആളുകൾ നടത്തുന്ന പരാമർശങ്ങൾ കേട്ടുകേൾവിയില്ലാത്ത പരാമർശങ്ങളല്ലേ? മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പറയുന്നത് തന്ത്രി പെരുങ്കള്ളനാണ്. തന്ത്രി പെരുങ്കള്ളനാണെന്ന് പറയുന്ന ഈ ഗോവിന്ദ മാഷ് സർട്ടിഫിക്കറ്റ്, ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ട്. നല്ല സ്വഭാവത്തിന്റെ സർട്ടിഫിക്കറ്റ് കൊടുത്തു പത്മകുമാറിനും കടകംപള്ളിക്കും. എന്താ പറഞ്ഞത്? പത്മകുമാറിനെതിരായിട്ടുള്ള കുറ്റം തെളിയിക്കപ്പെട്ടിട്ടില്ല, അതുകൊണ്ടാണ് പാർട്ടി അദ്ദേഹത്തിനെതിരായിട്ട് നടപടിയെടുക്കാത്തത്. മാർക്സിസ്റ്റ് പാർട്ടി എന്നുള്ള പാർട്ടിയെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും കേട്ടറിവുണ്ട്. ചില ആളുകൾ പഴയ CPMകാരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ, അവർക്ക് നേരിട്ടുള്ള അറിവുണ്ട്. കാരണം മാർക്സിസ്റ്റ് പാർട്ടി സ്വന്തമായിട്ട് കോടതിയുള്ള പാർട്ടിയാണ്, സ്വന്തമായിട്ട് അന്വേഷണ സംഘമുള്ള പാർട്ടിയാണ്. അതുകൊണ്ട് എന്ത് കേസുണ്ടായാലും ആദ്യം പാർട്ടി അന്വേഷണം നടത്തും, എന്നിട്ട് അവർക്ക് ബോധ്യപ്പെട്ടാൽ അവർ നടപടിയെടുക്കും. പത്മകുമാറിനെതിരായിട്ട് പാർട്ടി ഒരു അന്വേഷണം നടത്തിയില്ല. കാരണം എന്താ? മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പറയുന്നത് കോടതി തീരുമാനിക്കട്ടെ, കോടതി തീരുമാനിച്ചതിന് ശേഷം കോടതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയാൽ ഞങ്ങൾ നടപടിയെടുക്കും. കോടതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിട്ടില്ലാത്തത് കൊണ്ട് പത്മകുമാറിനെതിരെ നടപടിയെടുക്കാൻ മടിക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടി എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് തന്ത്രി പെരുങ്കള്ളനാണെന്ന് പറയുന്നത്? മാത്രമല്ല, കേരളത്തിന്റെ നിയമസഭാ വേദിയെ തീവ്രവാദികൾക്ക് മാപ്പ് നൽകിയ, തീവ്രവാദികളെ വിട്ടയക്കാൻ നൂറുകണക്കിന് ആളുകളുടെ മരണത്തിന് ഉത്തരവാദികളായിട്ടുള്ള, സ്ഫോടനങ്ങൾ നടത്തുന്നതിന് നേതൃത്വം നൽകിയ ആളുകളെ വിട്ടയക്കാൻ ഏകകണ്ഠമായിട്ട് പ്രമേയം പാസാക്കാൻ മടിയില്ലാത്ത കേരളത്തിന്റെ നിയമസഭ, ആ നിയമസഭയിലെ അംഗങ്ങൾ അവര് പറഞ്ഞത് എന്താ? തന്ത്രി കള്ളനാണ്. ഒരു ഹിന്ദു പുരോഹിതനായതുകൊണ്ടല്ലേ ഈ തരത്തിലുള്ള പരാമർശം സഭാരേഖകളിൽ ഇന്നും നിലനിൽക്കുന്നത്? ഈ രാജ്യത്ത് ഏതെങ്കിലും നിയമസഭയിൽ, ഇന്ത്യൻ പാർലമെന്റിൽ ഏതെങ്കിലും സഭയിൽ ഒരു മതപുരോഹിതനെതിരായിട്ട് ഈ തരത്തിലുള്ള പരാമർശം വന്നു കഴിഞ്ഞാൽ ഉടനെ പോയിന്റ് ഓഫ് ഓർഡർ ഉന്നയിക്കുന്ന പ്രതിപക്ഷമുണ്ട്. സഭയിൽ ഇല്ലാത്ത ആളെക്കുറിച്ച് അപകീർത്തികരമായിട്ടുള്ള പരാമർശങ്ങൾ പാടില്ല. അത് ഇന്ത്യയുടെ ജനാധിപത്യ ചരിത്രത്തിന്റെ ഭാഗമാണ്, ജനാധിപത്യ വ്യവസ്ഥയുടെ ഭാഗമാണ്, ലോകമെമ്പാടും പാലിക്കുന്ന ഒരു കാര്യമാണ്. സഭയിൽ ഇല്ലാത്ത ആളുകളെ കുറിച്ച് അപമാനകരമായിട്ടുള്ള പരാമർശങ്ങൾ ഉണ്ടാകാൻ പാടില്ല. ആർക്കെതിരായിട്ട് പരാമർശം ഉണ്ടായാലും അത് സഭാ നടപടികളിൽ നിന്ന് നീക്കം ചെയ്യണം.
ഒരാളും ഉന്നയിച്ചില്ല, ഒരാളും ഈ വിഷയം ഉന്നയിച്ചില്ല, ക്രമപ്രശ്നം ഉന്നയിച്ചില്ല. സഭയിലില്ലാത്ത ഒരാളെ കുറിച്ച് പരാമർശിക്കാൻ പാടില്ല എന്നുള്ള പാർലമെന്ററി ജനാധിപത്യത്തിന്റെ അടിസ്ഥാന തത്വം, ആ അടിസ്ഥാന തത്വം ലംഘിക്കപ്പെട്ടിട്ടും ഈ പുറത്തിരുന്നിട്ട് ബഹളം വെക്കുന്ന കോൺഗ്രസുകാര് ആ സഭയിലുണ്ടായിരുന്നു. അവരാരും ക്രമപ്രശ്നം ഉന്നയിച്ചില്ല. കാരണം എന്താ? ഒരു ഹിന്ദു പുരോഹിതനെതിരായിട്ടാണ് ഈ തരത്തിലുള്ള പരാമർശം ഉണ്ടായത്. ഈ നാട്ടിൽ മറ്റേതെങ്കിലും മതത്തിൽപ്പെട്ട പുരോഹിതന്മാർക്കെതിരായിട്ട് ഇതുപോലെയുള്ള ഒരു പരാമർശം ഉണ്ടായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു എന്ന് നമുക്ക് ഊഹിക്കാം. സഭാ നടപടികൾ സ്തംഭിക്കപ്പെടും. മാത്രമല്ല, കേരളം മുഴുവൻ, തെരുവുകൾ മുഴുവൻ തന്റെ കലാപഭൂമിയാവുന്ന സാഹചര്യം, ആ സാഹചര്യം ഉണ്ടാകുമായിരുന്നില്ലേ? പക്ഷേ ഒരു ഹിന്ദു പുരോഹിതനെതിരായിട്ട്, ഒരു തെളിവുമില്ലാത്ത ഒരു ഹിന്ദു പുരോഹിതനെതിരായിട്ട് കോടതി ജാമ്യം നൽകി പുറത്തു പോകാൻ അനുവദിച്ച ഒരു ഹിന്ദു പുരോഹിതനെതിരായിട്ട് ആ പുരോഹിതൻ കള്ളനാണ് എന്ന് പറയാൻ സഭാവേദിയുടെ സഭാതലത്തെ ദുരുപയോഗപ്പെടുത്തിയ ആളുകൾ കേരളത്തിന്റെ ജനാധിപത്യ പാരമ്പര്യത്തിന് അപമാനമാണ്. അങ്ങനെയുള്ള ആളുകൾക്ക് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ചരിത്രത്തിന്റെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയാൻ ഈ കേരളത്തിലെ വിശ്വാസി സമൂഹം, ആ വിശ്വാസി സമൂഹം മടി കാണിക്കില്ല എന്ന് പറയാൻ കൂടി ഞാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് ഇന്ന് ഈ അയ്യപ്പ ജ്യോതി കേരളത്തിലെ എല്ലാ മതങ്ങളെയും ഒരേപോലെ കാണേണ്ട, കേരളത്തിന്റെ ഭരണപക്ഷവും പ്രതിപക്ഷവും കേരളത്തിലെ എല്ലാ മതങ്ങളെയും മതപുരോഹിതന്മാരെയും മതവുമായിട്ട് ബന്ധപ്പെട്ട ആചാരങ്ങളെയും ഒരേപോലെ കാണേണ്ട കേരളത്തിലെ ഭരണപക്ഷവും പ്രതിപക്ഷവും ഈ നാട്ടിലെ ഹിന്ദു പുരോഹിതന്മാർക്കെതിരായിട്ട്, ഹിന്ദു ജനങ്ങളുടെ ആചാരങ്ങൾക്കെതിരായിട്ട് നടത്തുന്ന നഗ്നമായിട്ടുള്ള ലംഘനം, ഈ ലംഘനത്തിൽ പ്രതിഷേധിക്കാൻ അതിനുവേണ്ടി കണ്ണു തുറക്കാതെ ഉറക്കം നടിച്ച് കിടക്കുന്ന ബഹുമാന്യനായിട്ടുള്ള മുഖ്യമന്ത്രി, കാരണം അദ്ദേഹത്തെ ബഹുമാന്യൻ എന്ന് വിശേഷിപ്പിക്കണം എന്നുള്ളൊരു ഉത്തരവുണ്ട്. അതുകൊണ്ട് ബഹുമാന്യനായിട്ടുള്ള മുഖ്യമന്ത്രി, ആ ബഹുമാന്യനായിട്ടുള്ള മുഖ്യമന്ത്രിയുടെ കണ്ണു തുറപ്പിക്കാൻ അദ്ദേഹം ഉറക്കം നടിക്കുന്ന, അദ്ദേഹത്തിന് ദീർഘകാലം ഈ ഉറക്കം നടിക്കാനാവില്ല. ഈ രാജ്യത്തെ, ഈ ലോകത്തെ അയ്യപ്പ ഭക്തരുടെ മനം നൊന്തുള്ള ശരണം വിളിയിൽ അദ്ദേഹത്തിന്റെ കണ്ണുകൾ തുറക്കേണ്ടി വരും. ഈ സാഹചര്യത്തിൽ മാറ്റമുണ്ടാക്കേണ്ടി വരും. അത് സാധ്യമാക്കാൻ വേണ്ടിയിട്ട് നടക്കുന്ന ഈ അയ്യപ്പ ജ്യോതി സംഗമ നടത്താൻ, സംഗമത്തിൽ പങ്കാളികളാകാൻ എത്തിയിട്ടുള്ള മുഴുവൻ ആളുകൾക്കും ശബരിമല അയ്യപ്പന്റെ നാമത്തിൽ നമ്മുടെ കേരളത്തെ ഇങ്ങനെയുള്ള ആളുകളിൽ നിന്ന് വിമോചിപ്പിക്കാനുള്ള, പ്രതിജ്ഞയെടുക്കാനുള്ള, ദൃഢപ്രതിജ്ഞയെടുക്കാനുള്ള സമയമായി എന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം.